ശ്രീ പിണറായി വിജയൻ പരസ്യമായി തന്ത്രിയെ വെല്ലുവിളിക്കുകയുണ്ടായി. പത്തനംതിട്ടയിൽ നടന്ന ഒരു യോഗത്തിലും തിരുവനന്തപുരത്ത് വെച്ചും വെല്ലുവിളിച്ചു. തന്ത്രിക്ക് പണി കിട്ടുമെന്ന്. ആ പണി കൊടുത്തതാണ് ഇപ്പോൾ തന്ത്രിയെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നതെന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇവർ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? ആചാര ലംഘനം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ആചാര ലംഘനത്തിൻ്റെ കാര്യം അന്വേഷിക്കാനാണോ SIT ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? സ്വർണം മോഷണം പോയതിനെ പറ്റി അന്വേഷിക്കാനാണ് SIT ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പത്മകുമാറായാലും ശരി, അല്ലെങ്കിൽ വാസുവായാലും ശരി, അവരെല്ലാം കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് തന്നെയാണല്ലോ. പത്മകുമാർ MLA വരെ ആയിരുന്ന ആളാണ്. ഇവർ രണ്ടുപേരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആൾ കള്ളന്മാരെന്നാണോ ശ്രീ ബിനോയ് വിശ്വൻ ഉദ്ദേശിച്ചത്? മറ്റു പല ആൾക്കാരും ഇതിനകത്ത് കുടുങ്ങുമെന്ന് തോന്നിയത് കൊണ്ട് SITയെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി ചില ആൾക്കാർ അതിനകത്ത് നുഴഞ്ഞു കയറ്റി ഇതിൽ പണമിടപാട് നടന്നിട്ടുണ്ട്, കള്ളപ്പണം ഇടപാട് ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ആ പണം ഇങ്ങോട്ട് പോയി ആരുടെ കൈകളിലേക്ക് പോയി? ഉണ്ണികൃഷ്ണ പോറ്റിയുടെ കയ്യിലാണോ പണം ഇരിക്കുന്നത്? ഇത് CPMൻ്റെ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഏറ്റവും മുകളിലുള്ള ആൾക്കാരുടെ അറിവോടുകൂടി തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിലൊരു സംശയവുമില്ല. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വഴിമുട്ടി എന്ന് സുപ്രീം കോടതി അടക്കം പരാമർശിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ ശ്രീ VG തമ്പി. SIT അന്വേഷണത്തിൻ്റെ തുടക്കത്തിൽ നമുക്കൊക്കെ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നു. കാര്യം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം, അതായത് പറഞ്ഞാൽ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷകനാണല്ലോ ശ്രീ ജയകൃഷ്ണൻ. അദ്ദേഹമാണല്ലോ അവിടുത്തെ ശബരിമല സ്പെഷ്യൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു തുടക്കക്കാരൻ. അതുകൊണ്ട് തന്നെ കോടതി ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ ഇതിനെ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചതും ഈ അന്വേഷണം ആരംഭിച്ചതും. അപ്പോൾ എല്ലാവർക്കും വളരെ പ്രതീക്ഷയായിരുന്നു. അതും വെങ്കടേഷിനെ പോലെ ഒരു വളരെ സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ. പക്ഷേ അത് മുമ്പോട്ട് പോകും തോറും അതിലേക്ക് പല ആൾക്കാരും, ആദ്യം ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസിലുണ്ടായിരുന്ന 2 വ്യക്തികളെയാണ് ആദ്യം അതിനകത്ത് SIT കൊണ്ടുവന്നത്. അതിന് ശക്തമായ പ്രതിഷേധം വന്നപ്പോൾ അവരെ മാറ്റി. വീണ്ടും പുതിയ 2 ആൾക്കാരെ ഇപ്പം വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് ചില ദുരൂഹതകൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം പല രീതിയിലും കേസിനെ മാറ്റിവിടാൻ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആൾക്കാർ ഇതിനകത്ത് കുടുങ്ങാതിരിക്കാൻ. ഇന്നലെ തന്നെ ശ്രീ ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അതായത് ശങ്കർദാസ് ഒരു വളരെ എന്താ പറയുക നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, വളരെ സത്യസന്ധനാണെന്നുള്ള രീതിയിലൊരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ മറ്റുള്ളവരാരും കമ്മ്യൂണിസ്റ്റുകാരല്ലേ. ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ശ്രീ പത്മകുമാറായാലും ശരി, അല്ലെങ്കിൽ വാസുവായാലും ശരി, അവരെല്ലാം കമ്മ്യൂണിസ്റ്റിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നത് തന്നെയാണല്ലോ. പത്മകുമാർ MLA വരെ ആയിരുന്ന ആളാണ്. ഇവർ രണ്ടുപേരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആൾ കള്ളന്മാരെന്നാണോ ശ്രീ ബിനോയ് വിശ്വൻ ഉദ്ദേശിച്ചത്? അപ്പോൾ കള്ളത്തരം കാണിക്കുന്നതാണോ കമ്മ്യൂണിസം? അപ്പോൾ അങ്ങനെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അപ്പം മറ്റു പല ആൾക്കാരും ഇതിനകത്ത് കുടുങ്ങുമെന്ന് തോന്നിയത് കൊണ്ട് SITയെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടി ചില ആൾക്കാർ അതിനകത്ത് നുഴഞ്ഞു കയറ്റി. മാത്രമല്ല, ഇപ്പോൾ തന്ത്രി, ഇപ്പോൾ കണ്ഠരര് രാജീവർ ഇപ്പോൾ റിമാൻഡിലാണ്. അദ്ദേഹം തെറ്റുകാരനാണെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതിൽ ഞങ്ങൾക്ക് ആർക്കും യാതൊരു വിരോധവുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരു തെറ്റുകളും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയുള്ള ഒരു തെറ്റും അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിട്ടില്ല. ഇവർ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്? ആചാര ലംഘനം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ആചാര ലംഘനത്തിൻ്റെ കാര്യം അന്വേഷിക്കാനാണോ SIT ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? സ്വർണം മോഷണം പോയതിനെ പറ്റി അന്വേഷിക്കാനാണ് SIT ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ആചാര ലംഘനം നടന്നെങ്കിൽ അത് ആരാ പറയേണ്ടത്? പറയേണ്ട ആൾ തന്ത്രിയാണ്. ഒരു ക്ഷേത്രത്തിൽ ആചാര ലംഘനം നടന്നെങ്കിൽ പറയേണ്ട തന്ത്രിയാണ്. ഇതുപോലൊരിക്കൽ യുവതീ പ്രവേശന സമയത്ത് ആചാര ലംഘനം നടത്താൻ പോയപ്പോൾ അതിന് എതിർത്ത ആളാണ് തന്ത്രി. അങ്ങനെ ആചാര ലംഘനം നടത്തിക്കഴിഞ്ഞാൽ ക്ഷേത്രം അടയ്ക്കുമെന്നും അവിടെ ശുദ്ധിക്രിയകൾ ചെയ്യുമെന്നും പറഞ്ഞു. അതിനെതിരെ ഇന്നത്തെ മുഖ്യമന്ത്രിയായ ശ്രീ പിണറായി വിജയൻ പരസ്യമായി തന്ത്രിയെ വെല്ലുവിളിക്കുകയുണ്ടായി. പത്തനംതിട്ടയിൽ നടന്ന ഒരു യോഗത്തിലും തിരുവനന്തപുരത്ത് വെച്ചും വെല്ലുവിളിച്ചു. തന്ത്രിക്ക് പണി കിട്ടുമെന്ന്. ആ പണി കൊടുത്തതാണ് ഇപ്പോൾ തന്ത്രിയെ പിടിച്ച് അകത്തിട്ടിരിക്കുന്നതെന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തന്ത്രി തെറ്റുകാരനാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല. പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, അദ്ദേഹം തെറ്റുകാരനല്ലെങ്കിൽ, അദ്ദേഹത്തെ മനഃപൂർവ്വമാണ് ഇതിൽ കുടുക്കിയെങ്കിൽ ഇവർ ഓരോരുത്തരും എണ്ണി ഉത്തരം പറയേണ്ടി വരും. പറയിക്കാതെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ ഇവർ വിടില്ല. ഇപ്പോൾ അതിൻ്റെ ഒരു തുടക്കം, അതായത് ഇവിടുത്തെ SITയുടെ അന്വേഷണം ഒരിക്കലും ഇത് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് തന്നെയാണിത് കേന്ദ്ര ഏജൻസിയായ CBI അന്വേഷിക്കണമെന്നുള്ള നിലയിൽ വിശ്വ ഹിന്ദു പരിഷത്താണ് ആദ്യം ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. CBI അന്വേഷിക്കണം. പിന്നെ BJP ഫയൽ ചെയ്തു. ഇപ്പോൾ ഹൈക്കോടതി അത് പരിഗണിച്ചിട്ടില്ല ഇതുവരെ.
അതുകൊണ്ട് ഈ വരുന്ന ജനുവരി 19 തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് നിലയിൽ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ സുപ്രീം കോടതിയിലെ പ്രധാനപ്പെട്ട ഒരു അഡ്വക്കേറ്റ് കൂടിയായ അഡ്വക്കേറ്റ് അലോക് കുമാർജി നേരിട്ട് പങ്കെടുക്കുന്ന പ്രതിഷേധ ധർണ ഈ ജനുവരി 19 11 മണിക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുകയാണ്. ശബരിമല കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിലാണ്. അതിൽ എല്ലാ ഹൈന്ദവ സംഘടനകളും ചേരുന്നതാണ് ശബരിമല കർമ്മസമിതി. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ സ്വർണ്ണക്കൊള്ള കേസ് CBI അന്വേഷിക്കണം, CBI ഏറ്റെടുക്കണമെന്നുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ 19 ധർണ നടത്തുന്നത്. അത് കഴിഞ്ഞ് തുടർ ധർണകളായിട്ട് എല്ലാ ജില്ലകളിലും നടക്കും. CBI ഏറ്റെടുത്ത് ഇത് കൃത്യമായ രീതിയിൽ ഇത് കണ്ടെത്തുന്നത് വരെ ഹൈന്ദവ സംഘടനകൾ അടങ്ങിയിരിക്കില്ല. ഇതിൻ്റെ പിന്നിൽ തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചു പറയും. ഈ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും ഉത്തരം കിട്ടിയിട്ടില്ല. ഇതിന് പിന്നാലെയാണ് ഈ തന്ത്രിയുടെ അറസ്റ്റ്, അതായത് ഈ വാജിവാഹനം തമ്മിലുള്ള ഒരു വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടായത്. അല്ല, ഞങ്ങളെല്ലാം ചോദിക്കുന്നൊരു കാര്യം അതാണ്. അതായത് 30 കിലോയിൽ കൂടുതൽ, ഏകദേശം 32 കിലോയോളം തനി തങ്കമാണ് വിജയ് മല്യ ശബരിമലയെ സമർപ്പിച്ചത്. അത് ശബരിമലയിൽ ക്ഷേത്രത്തിൽ വെച്ച് തന്നെയാണ് ഈ അവിടുത്തെ വാതിൽപ്പാളികളും കട്ടളപ്പാടികളും അതുപോലെ അതിൻ്റെ ചുറ്റും അത് മറ്റേ ഈ ദ്വാരപാല ശില്പങ്ങളുടെ ഗോളകയും എല്ലാം സ്വർണം പൊതിയാണ് ചെയ്തത്. സ്വർണം പൂശുകയല്ല, സ്വർണം പൊതിയാണ്. സ്വർണ്ണപ്പാളി ഉണ്ടാക്കി പൊതിയാണ് ചെയ്തത്. ആ പൊതിഞ്ഞ സാധനത്തിനെയാണ് സ്വർണം പൂശിയതാക്കി പിന്നെ ചെമ്പാക്കി. ഇതെല്ലാം ചെയ്തത് ഈ 2019 സമയത്തുള്ള പ്രളയവും അത് കഴിഞ്ഞ് കോവിഡ് സമയത്ത് ഈ ഭക്തജനങ്ങൾ ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് അകന്നു നിന്നൊരു സമയത്താണ് ഈ കള്ളത്തരങ്ങൾ അത്രയും നടത്തിയിട്ടുള്ളത്. ഇത് CPMൻ്റെ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഏറ്റവും മുകളിലുള്ള ആൾക്കാരുടെ അറിവോടുകൂടി തന്നെയാണ് നടന്നിട്ടുള്ളത്. അതിലൊരു സംശയവുമില്ല. ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും നാൾ പത്മകുമാർ ഇപ്പോൾ റിമാൻഡിലായിട്ട് എത്ര ദിവസമായി? ഇതുവരെ ജാമ്യം കൊടുത്തില്ലല്ലോ. വാസു റിമാൻഡിലായിട്ട് എത്ര ദിവസമായി? ഇതുവരെ ജാമ്യം കൊടുത്തില്ലല്ലോ. അപ്പോൾ ഹൈക്കോടതിക്ക് അറിയാം. പക്ഷേ തന്ത്രിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. തന്ത്രിയെ റിമാൻഡ് ചെയ്തതിന് എന്താണ് അവർ പറയുന്ന ന്യായം? അവർ പറയുന്ന ഒരു കുറ്റാരോപണത്തിലും തന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന യാതൊരു തെറ്റുമില്ല. പിന്നെ വാജിവാഹനത്തിൻ്റെ കാര്യം പറയുന്നു. വാജിവാഹനം കൊടിമരം മാറ്റുമ്പോൾ കൊടിമരത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ് വാജിവാഹനം. അത് ഓരോ ക്ഷേത്രത്തിലും ആരാണ് ആ ദേവൻ്റെ വാഹനം. ഇപ്പോൾ ശബരിമലയിലായതുകൊണ്ട് ധർമ്മശാസ്താവായതുകൊണ്ട് അവിടെ വാജിവാഹനം, വാജി എന്ന കുതിരയുടെ രൂപമാണ്. അതുപോലെ മഹാവിഷ്ണു ആണെങ്കിൽ ഗരുഡനായിരിക്കും. അതല്ലെങ്കിൽ ശിവക്ഷേത്രമാണെങ്കിൽ അവിടെ നന്ദികേശനായിരിക്കും. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളുടെ ആ വാഹനമാണ് കൊടിമരത്തിൻ്റെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അത് തന്ത്രിക്കാണ് കൈമാറുന്നത്. തന്ത്രിക്ക് കൈമാറിയാലും സാധാരണഗതിയിൽ പറയുന്നത് അത് മരത്തിലുള്ളതാണെങ്കിൽ അത് ദഹിപ്പിച്ച് കളയണം. അല്ലെങ്കിൽ അത് ശിലയാണെങ്കിൽ, അത് കല്ലിലുള്ളതാണെങ്കിൽ നല്ല ഒഴുക്കുള്ള വെള്ളത്തിൽ ഒഴുക്കി കളയണം. അതല്ല ഇനിയും അത് ലോഹമാണെങ്കിൽ ഉരുക്കി ക്ഷേത്രത്തിൽ ആവശ്യത്തിലേക്ക് വേണ്ടി കിണ്ടിയോ വിളക്കോ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അതാണ് പറയുന്നത്. ഇതിൽ എവിടെയാണ് തെറ്റ് പറ്റിയതെന്നറിയില്ല. തന്ത്രി കൊണ്ടുപോയി. തന്ത്രി ഇത് അറിഞ്ഞപ്പോൾ തന്ത്രി പറഞ്ഞല്ലോ എൻ്റെ വീട്ടിലിരിപ്പുണ്ട്, എപ്പോൾ വേണമെങ്കിലും ഞാൻ ദേവസ്വം ബോർഡിന് കൈമാറാം. അങ്ങനെ തന്ത്രി പറഞ്ഞ സാധനത്തിനെ എങ്ങനെ തൊണ്ടി മുതലായിട്ട് കണ്ടെടുത്തിരിക്കുന്നു? തൊണ്ടി മുതലാവുന്നത് എങ്ങനെ? തന്ത്രി മോഷിച്ചുകൊണ്ട് പോയതല്ലോ. തന്ത്രിക്ക് ശബരിമല ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ വെച്ച് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പ്രയാൽ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് നൽകിയതാണ്. അതെങ്ങനെ മോഷണ വസ്തുവാകും? അതെങ്ങനെ തൊണ്ടി മുതലാവും? അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഏതൊക്കെ രീതിയിലേക്കും ഈ സ്വർണ്ണക്കൊള്ളയെ അട്ടിമറിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വിട്ടുകൊടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി തന്നെയാണ് CBI അന്വേഷിക്കണമെന്ന ശക്തമായ നിലപാടിൽ വിശ്വ ഹിന്ദു പരിഷത്ത് നിൽക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്തിനെയും അതുകൂടാതെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്കും അന്വേഷണം എത്തിയെങ്കിലും യാതൊരുവിധ നിയമ നടപടികളും ഒന്നും തന്നെ SIT സംഘം സ്വീകരിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാകുമോ? എങ്ങനെയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് ഇതിനെ നോക്കിക്കാണുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞത്, അതായത് ഇപ്പോൾ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്വർണ്ണമാണ് അവിടുന്ന് പോയിരിക്കുന്നത്. ആ സ്വർണത്തിൻ്റെ മൂല്യം മാത്രമല്ല, അതൊരു ഭഗവാന്റെ തിരുവാഭരണമാണ്. തിരുവാഭരണത്തിൻ്റെ മൂല്യം വ്യത്യാസമുണ്ട്. ക്ഷേത്രത്തിൻ്റെ തിരുവാഭരണം എന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കാനും വീട്ടിൽ സൂക്ഷിക്കാനും അല്ലെങ്കിൽ അതിന് വില പറയാനും അന്താരാഷ്ട്ര രീതിയിൽ തന്നെ പല ആൾക്കാരും മുന്നോട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് അത് എവിടെ പോയി? ആ തൊണ്ടി മുതൽ എവിടെ പോയി? തൊണ്ടി മുതലെന്ന് പറഞ്ഞിട്ട് SIT ആദ്യം പോയിട്ട് ഈ ഗോവർദ്ധൻ്റെ ജോറി എന്ന് പറയുന്ന സ്വർണ്ണം എടുത്തുകൊണ്ട് വന്നു. അത് തൊണ്ടി മുതലല്ല. അപ്പോൾ അതിൽ തന്നെ കള്ളത്തരം, SITയുടെ ആദ്യത്തെ കള്ളത്തരം പൊളിഞ്ഞത് അവിടെയാണ്. തൊണ്ടി മുതലെന്ന് പറഞ്ഞ് അവിടെ വെച്ചിരുന്ന് സ്വർണം എടുത്തുകൊണ്ട് വന്ന് അത് തന്നെയാണ് SITയുടെ ആദ്യത്തെ കള്ളത്തരം. അവിടെ തൊട്ടാണ് SITയിലുള്ള വിശ്വാസ്യത ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അത് മാത്രമല്ല, ഈ കോടിക്കണക്കിന് രൂപ പണം വന്നിട്ടുണ്ട്. ഈ പണം എങ്ങോട്ട് പോയി? ഈ സ്വർണം വിറ്റ പണം എങ്ങോട്ട് പോയി? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് ED വരണമെന്ന് പറയുന്നത്. അന്താരാഷ്ട്ര രീതിയിലുള്ള ഇതിൽ പണമിടപാട് നടന്നിട്ടുണ്ട്, കള്ളപ്പണ ഇടപാടിനകത്ത് നടന്നിട്ടുണ്ട്. ആ പണം എങ്ങോട്ട് പോയി? ആരുടെ കൈകളിലേക്ക് പോയി?
ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലാണോ പണം ഇരിക്കുന്നത്? അതല്ല അന്നത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെയും പ്രസിഡന്റുമാരാണോ വാങ്ങിച്ചിട്ടുള്ളത്? അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ്റെ കയ്യിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ CPM-ന്റെ മറ്റ് നേതാക്കളുടെ പോയിട്ടുണ്ടോ? മാത്രമല്ല അതിനുശേഷം 2025-ലും ഇതേ സ്വർണ്ണപ്പാളികൾ വീണ്ടും ചെമ്പാണെന്ന് പറഞ്ഞ് വീണ്ടും പൂശാൻ കൊടുത്തു വിട്ടു ശ്രീ പ്രശാന്ത് പ്രസിഡന്റായിരുന്ന സമയത്ത്. ആ സമയത്ത് ശ്രീ വാസവനാണ് അന്നത്തെ ദേവസ്വം ബോർഡ്, ഇന്നത്തെ ദേവസ്വം ബോർഡ് മന്ത്രി. അപ്പോൾ വാസവനെ ചോദ്യം ചെയ്യണ്ടേ? പ്രശാന്തിനെ ചോദ്യം ചെയ്തെന്നൊരു പ്രഹസനം കാണിച്ചു വിട്ടിട്ടുണ്ട്. അതും പോരാ, ഇതെല്ലാം കൃത്യമായ രീതിയിൽ അന്വേഷിക്കപ്പെടുകയും കുറ്റവാളികൾ ആരായാലും അവരെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും അവർക്ക് കൃത്യമായ ശിക്ഷ ലഭിക്കുകയും വേണം. അത് അയ്യപ്പൻ്റെ തീരുമാനമാണ്, ഭഗവാന്റെ തീരുമാനമാണ്. ഞങ്ങളെല്ലാം ഈശ്വര വിശ്വാസികളാണ്. ഞങ്ങൾക്ക് പ്രധാനം ഭഗവാനാണ്, അയ്യപ്പസ്വാമിയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെപ്പോലും ഇന്ന് പല രീതിയിലും രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മഹാചൈതന്യമാണ് ശബരിമലയിലിരിക്കുന്നത്. അതുതന്നെയാണ് കേരളത്തിൻ്റെ രക്ഷ, ഇവിടുത്തെ ആധ്യാത്മികത രക്ഷ. അതിനുവേണ്ടി ആ ക്ഷേത്രത്തിന് വേണ്ടി, ആ അയ്യപ്പസ്വാമിക്ക് വേണ്ടി ഞങ്ങളുടെ അവസാന ശ്വാസം വരെ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നിലവിലിപ്പോൾ SIT ആണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു അന്വേഷണം CBIക്ക് കൈമാറണം എന്നാണ് ശബരിമല കർമ്മസമിതി, അതുകൂടാതെ ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നീ ഹൈന്ദവ സംഘടനകൾ നിലവിൽ ആവശ്യപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്താനാണ് ഈ ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.